കെ സുരേന്ദ്രന് കെട്ടിവെച്ച തുക നഷ്ടമായി. 8 NDA സ്ഥാനാർത്ഥികൾക്കും പോയി കെട്ടിവെച്ച കാശ്. എന്നിട്ടാ വലിയ വായിൽ പറയുന്നത് വോട്ട് ശതമാനം കൂടിയെന്ന്. നാണമില്ല. സംസ്ഥാനത്ത് BJP ഇതാദ്യമായി അക്കൗണ്ട് തുറക്കുകയും മറ്റൊരു സീറ്റിൽ 2ാം സ്ഥാനം നിലനിർത്തുകയും ചെയ്തിട്ടുമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 9 സ്ഥാനാർത്ഥികൾ അവർക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടത്. മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 1/6 അഥവാ 16.7% വോട്ട് നേടാനാകാത്തവർക്കെല്ലാം ഇതാണ് ഗതി. ഇവരെല്ലാം കെട്ടിവെച്ച തുകയായ 25,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. തുകയുടെ വലിപ്പമല്ല, അതിലുപരി മിനിമം ജനപിന്തുണ നേടാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് രാഷ്ട്രീയ പാർട്ടികളെയും മത്സരാർത്ഥികളെയും സംബന്ധിച്ച് രാഷ്ട്രീയമായി കടുത്ത തിരിച്ചടിയും അപമാനവുമാണ്. അതാണ് ഇവിടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർക്കുണ്ടായിരിക്കുന്ന ഗതികേട്. വയനാട്ടിൽ UDF-നും LDF-നും എതിരായി മത്സരിച്ച സുരേന്ദ്രന് മൊത്തം പോൾ ചെയ്ത വോട്ടിൽ കേവലം 13% വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടണമെങ്കിൽ 16.7%-മായ 1,90,899 വോട്ട് നേടണം. കിട്ടിയതാകട്ടെ 1,41,045 വോട്ടുകൾ മാത്രം. ഇതാണ് കടുത്ത നാണക്കേടായത്. വയനാട്ടിൽ ആകെ പോൾ ചെയ്തത് 10,84,653 വോട്ടാണ്. രാഹുൽ ഗാന്ധി 6,47,445 വോട്ടും ആനി രാജ 2,83,023 വോട്ടുമാണ് നേടിയത്. രാഹുലിൻ്റെ ഭൂരിപക്ഷം 3,64,422. രാഹുലിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ പകുതി പോലും സുരേന്ദ്രന് നേടാനായില്ല. സുരേന്ദ്രനെ കൂടാതെ NDA മുന്നണിയിലെ മറ്റ് 8 പേർക്ക് കൂടി കെട്ടിവെച്ച തുക നഷ്ടമായി. C. രഘുനാഥ് കണ്ണൂർ, പ്രഫുൽ കൃഷ്ണ വടകര, KA ഉണ്ണികൃഷ്ണൻ ചാലക്കുടി, ഡോക്ടർ KS രാധാകൃഷ്ണൻ എറണാകുളം, അഡ്വക്കേറ്റ് നിവേദിത പൊന്നാനി, ഡോക്ടർ അബ്ദുൽ സലാം മലപ്പുറം, സംഗീത വിശ്വനാഥൻ ഇടുക്കി, ബൈജു കലാശാല മാവേലിക്കര. സുരേഷ് ഗോപി ഉൾപ്പെടെ NDAയുടെ 11 സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടി. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് 35.52%, ആറ്റിങ്ങലിൽ V. മുരളീധരന് 31.64%, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് 28.3% ലഭിച്ചു. കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന് കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടിയിരുന്നു. അന്ന് സുരേന്ദ്രൻ പിടിച്ചത്ര വോട്ടുകൾ ഇത്തവണ അനിൽ ആൻ്റണിക്ക് കിട്ടിയില്ല. വോട്ടെണ്ണൽ കഴിഞ്ഞ് അനിൽ ആൻ്റണി എങ്ങോട്ട് പോയെന്നറിയില്ല. പാവം. ആരോ പറയുന്നത് കേട്ടു AK ആൻ്റണി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോവുകയാണെന്ന്. മോനെ മടങ്ങി വരൂ എന്ന് പത്രത്തിൽ പരസ്യവും കൊടുക്കാൻ സാധ്യതയുണ്ട്. കണ്ടുകിട്ടുന്നവർ ഇന്ദിരാഭവനിലോ കൃപാസനത്തിലോ ഒന്നറിയിച്ചാൽ നന്നായിരുന്നു.